വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കുട്ടികൾക്കായി മാനസികോല്ലാസ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പ്. കടുത്ത മാനസിക സമ്മർദ്ദമാണ് ദുരന്തത്തിലകപ്പെട്ട പല കുട്ടികളും നേരിടുന്നത്. ഇതിനെ തുടർന്നാണ് കുട്ടികൾക്കായി പ്രത്യേക കൗൺസിലിംഗും വിനോദ പരിപാടികളും ഏർപ്പെടുത്തിയത്. പല കുഞ്ഞുകണ്ണുകളിലെയും ദൈന്യത വിട്ടുമാറിയിരുന്നില്ല. ഒരൊറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ആരോരുമില്ലാത്തവരായി പോയവരാണ്. ക്യാമ്പുകളിലെത്തിയ ആദ്യ ദിനങ്ങളിൽ ദുരന്തത്തിന്റെ ആഘാതത്തിലായിരുന്നു പല കുട്ടികളും. യാഥാർത്ഥ്യങ്ങളിലേക്ക് ദുരിതാശ്വാസ ക്യാമ്പുകൾ മടങ്ങുന്നതോടെ കൂട്ടുകാരും കാർട്ടൂണുകളുമില്ലാത്ത ലോകം ബോറടിപ്പിക്കുന്നുണ്ട് ചിലരെ. കലാവിനോദ പരിപാടികളിലൂടെ കുട്ടികൾക്ക് സാമൂഹിക മാനസിക പിന്തുണ നൽകുകയാണ് സൈക്കോ സോഷ്യൽ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ. കണ്ടോ നാട്ടാരെ, കണ്ടോ നാട്ടാരെ, ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ, ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ. ദുരന്ത മേഖലയിലെ 17 ക്യാമ്പുകളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൗൺസിലിംഗ് സെന്ററുകളിലായി 150ഓളം സാമൂഹിക മാനസികാരോഗ്യ കൗൺസിലർമാരും സൈക്യാട്രിസ്റ്റുകളുമാണ് രംഗത്തുള്ളത്. ജില്ലാ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം, വനിതാ ശിശു വികസന വകുപ്പ്, ആരോഗ്യ വകുപ്പ്, കുടുംബശ്രീ മിഷൻ, LSGD വകുപ്പുകളാണ് കൗൺസിലിംഗ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഞങ്ങൾ സൈക്കോ സോഷ്യൽ കൗൺസിലേഴ്സ് ആണ്, WCDന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ റൂം വിസിറ്റൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയ സമയത്ത് ആ റൂമിൽ കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ അവരെ അടുത്തേക്ക് വിളിച്ചു. അവർ റൂമിലിരിക്കുമ്പോൾ അവരിങ്ങനെ മൊബൈൽ കളിക്കുന്നു. വെറുതെ അവർക്കൊന്നും ചെയ്യാനില്ലാത്തൊരു സിറ്റുവേഷൻ പോലെ നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ ചെന്നപ്പോൾ. അപ്പോൾ ഞങ്ങൾ പോയി അവരെ അടുത്ത് വിളിച്ചപ്പോൾ അവർക്ക് ഞങ്ങൾ കുറച്ച് ഗെയിം അവിടെ ജസ്റ്റ് ഇങ്ങനെ നടത്തി. അപ്പോൾ അവർ ഭയങ്കര ആക്റ്റീവായി. അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്ന ഒരു പേരന്റ്, ഒരു അമ്മ ഞങ്ങളോട് പറഞ്ഞു, അവിടെ ഉള്ള ഒരു കുട്ടിയുടെ അവരുടെ മരുമകളുടെ ഒരു കുട്ടി നമ്മുടെ ഫ്ലഡിൽ പോയിട്ടുണ്ടായിരുന്നു. അവർക്കിപ്പോൾ ചെറിയൊരു കുട്ടിയുണ്ട്, 10 വയസ്സായ മോനാണ് പോയത്. ഇപ്പോൾ ചെറിയൊരു കുട്ടിയുണ്ട്. ആ ചെറിയ കുട്ടിയെ നമ്മൾ പാട്ടൊക്കെ പാടി നമ്മൾ അടുത്ത് വന്ന് നോക്കുമ്പോൾ ആ അമ്മ ഈ ക്യാമ്പിൽ വന്നതിന് ശേഷം അപ്പോഴാണ് ചിരിക്കുന്നത് എന്നുള്ളത് ആ മദറിലോ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായി ഞങ്ങൾക്ക്. അപ്പം നമ്മൾ പ്ലാൻ ചെയ്തതാണ് ചെറിയൊരു സ്പേസ് കിട്ടുകയെന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികളെയും കൊണ്ടുവന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ. കാരണം കുട്ടികൾ സന്തോഷിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അമ്മമാരുടെ മുഖത്തും ആ ഒരു മാറ്റം വരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. കൺമുന്നിൽ കടന്നുപോയ ദുരന്തത്തിന്റെ ഭീതിയിൽ നിന്ന് ഒരു പറ്റം മനുഷ്യരുടെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കുകയാണ് അവർ. ആ കുഞ്ഞുങ്ങളോടൊപ്പം മനസ്സ് ചേർത്ത് വച്ച് ഞങ്ങൾ ഓരോരുത്തരും. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.